ദൈവനാമത്തിന് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മൾ വീണ്ടും കഴിഞ്ഞ ദിവസം തുടങ്ങിയ ബൈബിൾ സ്റ്റഡിയിലേക്ക് വീണ്ടും കടന്നു വരികയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു വന്നത് ദൈവത്തിന്റെ ചില പ്രത്യേകതകളെ കുറിച്ചാണ്, ആട്രിബ്യൂട്ട്സ് ഓഫ് ഗോഡ്. നേരത്തെ നമ്മൾ ദൈവത്തിന്റെ നേച്ചറിനെ കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു. അതിനുശേഷം ദൈവത്തിന്റെ സ്വഭാവ വിശേഷതകളെ കുറിച്ച്, ആട്രിബ്യൂട്ട്സിനെ കുറിച്ച് ചില കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, എന്നാൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ഓർഡറിൽ തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നീട് നമുക്ക് മുന്നോട്ട് അതിൻ്റെ മെയിനായിട്ടുള്ള ഓരോ സ്റ്റഡീസിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും. ഓക്കെ, ഇതിലെ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു നിർത്തിയത്, നമ്മൾ പറഞ്ഞത് ഗോഡ് ഈസ് സെൽഫ് എക്സിസ്റ്റന്റ്, അതായത് ദൈവം സ്വയം ഭൂവായതാണ്, അല്ലെങ്കിൽ ദൈവത്തിന് ഒരു തുടക്കം ഒന്നുമില്ല. അതിനായിട്ട് നമ്മൾ ഉൽപ്പത്തി പുസ്തകം ഒന്നിൽ നിന്നാണ് അതിന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ബാക്കി എല്ലാത്തിനും തുടക്കമുണ്ട്, കാരണം ദൈവത്താലാണ് ബാക്കി എല്ലാം തുടങ്ങി വെച്ചത്. എന്നാൽ തുടങ്ങി വെച്ച ദൈവത്തിന് ഒരു തുടക്കമൊന്നും ഇല്ല. ഓക്കെ, അത് ഇറ്റേണിറ്റി പാസ്റ്റ് അല്ലെ, ഇറ്റേണിറ്റി പാസ്റ്റിലേക്ക് ഇറ്റേണിറ്റി ഫ്യൂച്ചർ, അങ്ങനെ അവിടം വരെ പോകുന്ന ഒരാളെ അങ്ങനെയുള്ള നിത്യജീവൻ എന്ന് ഉദ്ദേശിക്കുന്ന ദൈവത്തിന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് നിത്യജീവനുണ്ട് എവിടെ? പക്ഷെ എന്നാൽ ഇറ്റേണിറ്റി പാസ്റ്റ് ഇല്ല. പുറകോട്ടുള്ള ഇറ്റേണിറ്റി പാസ്റ്റ് നമുക്കില്ല. നമുക്ക് ഇറ്റേണിറ്റി മുന്നോട്ടുള്ളതേ ഉള്ളൂ. അങ്ങനെ ദൈവത്തിന്റെ ജീവൻ നമ്മളിലും വന്നതുകൊണ്ട് നമുക്ക് ഇറ്റേണിറ്റി പാസ്റ്റ് കിട്ടി. ഇതൊക്കെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ബൈബിൾ സ്റ്റഡിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഗോഡ് ഈസ് സെൽഫ് സഫിഷ്യന്റ്. പരമേശ്വർ സെൽഫ് സഫിഷ്യന്റ് ആണ്. ദൈവത്തിന് ആരുടെയും പ്രൈസ് ലോർഡ് ഹല്ലേലൂയ എന്ത് പറയുന്നത്, സഹായത്തിന്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ ആരുടെയും ഉപദേശത്തിന്റെ ആവശ്യമില്ല. തന്നെയല്ല, ആ ദൈവത്തെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ദൈവത്തിന് കൊടുത്തെങ്കിൽ മാത്രമേ ദൈവത്തിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ആഹാരം കിട്ടിയില്ലേ നമുക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, വായു കിട്ടിയെങ്കിലേ നമുക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ജലം കിട്ടിയെങ്കിലേ നമുക്ക് എക്സിസ്റ്റ് ചെയ്യാൻ. അങ്ങനെയുള്ള ഡിമാൻഡ്സ്, അങ്ങനെയുള്ള ആവശ്യങ്ങളൊന്നും നമ്മൾ ദൈവത്തിന് വേണ്ടിയിട്ട് ഒരുക്കി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ദൈവത്തിനുള്ളത് എക്സിസ്റ്റ് ചെയ്യുന്നതൊക്കെ ദൈവത്തിന്റെ കയ്യിൽ തന്നെയുണ്ട്, ദൈവത്തിന്റെ കൂടെ തന്നെയുണ്ട്. അത് ദൈവത്തിന് സ്വയം വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നാലും അത് ദൈവത്തിന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഒരു രീതിയിലും ദൈവത്തെ നമുക്ക് എന്ത് ചെയ്യേണ്ട, എക്സിസ്റ്റ് ചെയ്യാൻ നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് അവിടെ നമ്മൾ അതിൽ പറഞ്ഞിരിക്കുന്നത് ഗോഡ് എന്ന് പറഞ്ഞ സെൽഫ് സഫിഷ്യന്റ് എന്നുള്ളതിന് എന്ന് പറഞ്ഞാൽ അതായത് സ്വയം എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ആത്മനിർഭരമായിട്ടുള്ള, മീൻസ് സ്വയമേ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ട, ആരുടെയും മറ്റൊരാളുടെ സഹായത്തിന്റെ ആവശ്യമോ ഉപദേശത്തിന്റെ ആവശ്യമോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു ദൈവമാണ്. അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് ഗോഡ് ഈസ് സെൽഫ് സഫിഷ്യന്റ്. ഓക്കെ, അല്ലെങ്കിൽ നിർഭരമായിട്ടുള്ളത്. ഓക്കെ, ഒരു ആളുടെയും മറ്റൊരാളുടെ ഹെൽപ്പ് സഹായം ആവശ്യമില്ലാത്തത്. ഇങ്ങനെ ഒരു ചെറിയ തെറ്റ് അബ്രഹാമിന്റെ ജീവിതത്തിൽ സംഭവിച്ചു നമുക്കറിയാം. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു നിനക്ക് സന്തതി ഉണ്ടാകും. ഓക്കെ, അങ്ങനെ പ്രോമിസ് ചെയ്തു. അങ്ങനെ വളരെ കാലം കഴിഞ്ഞിട്ടും ദൈവം കൊടുത്ത ആ വാഗ്ദത്വം നിവൃത്തിയാകാതിരുന്നപ്പോൾ അവര് തന്നെ, അബ്രഹാമും സാറായും കൂടെ ആലോചിച്ചൊരു തെറ്റ് ചെയ്തതൊക്കെ നമുക്കറിയാം അല്ലേ. ഇങ്ങനെ അവരുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ഈജിപ്ഷ്യൻ പെൺകുട്ടിയായിട്ടുള്ള ഹജീര, നമ്മൾ പറയുന്ന ഹാഗാർ, നമ്മൾ മലയാളത്തിൽ പറയുന്ന ഹാഗാറിനെ ഒരു ഭാര്യയായിട്ട് എടുക്കുകയും പിന്നെ അതിൽ നിന്നൊരു ഇഷ്മായിലിനെ അവർക്ക് ലഭ്യമാവുകയും ചെയ്തു. അപ്പൊ അതായിരിക്കും മകൻ. കാരണം അവരങ്ങനെ ചെയ്യാനുള്ള കാരണം പ്രോമിസ് ചെയ്ത അബ്രഹാമിനോടല്ലേ, ഇത്രയും നാൾ കിട്ടിയില്ല, അപ്പൊ ഒരു പക്ഷേ സാറായിൽ കൂടെ ആയിരിക്കത്തില്ല തനിക്കുള്ള വാഗ്ദത്ത സന്തതി ലഭ്യമാകുന്നത്. കാരണം പ്രോബ്ലം സാറായിക്കാണെന്നുള്ള ആ ഒരു വിചാരത്തില് അവരങ്ങനെ ചിന്തിച്ചു. അപ്പൊ അതുകൊണ്ടാണ് മറ്റൊരു സ്ത്രീ അവർക്ക് അബ്രഹാമിന് കൊടുത്തത്. അന്നത്തെ കാലത്ത് അതൊന്നും വലിയ ഇഷ്യൂ ഒന്നും അല്ല. അപ്പോ ആക്ച്വലി അബ്രഹാമും സാറായും കൂടെ ചെയ്തത് യഥാർത്ഥത്തിൽ ദൈവത്തിന് ആ വാഗ്ദത്തം സ്വയം പൂരീകരിക്കാൻ വേണ്ടി, ദൈവത്തിന്റെ ആ വാഗ്ദത്തം നിവർത്തീകരിക്കാൻ വേണ്ടി ഒരു രീതി നോക്കിയാൽ ദൈവത്തെ ഒന്ന് ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്തത്. ദൈവത്തെ ഹെൽപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ദൈവം എപ്പോഴെങ്കിലും ഒരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ അന്നുള്ള നമ്മുടെ കണ്ടീഷൻസും എല്ലാം നോക്കിയിട്ടാണ് വാഗ്ദത്തം ചെയ്യുന്നത്. അല്ല അതിനിടയിൽ കയറി നമ്മൾ നമ്മുടെ ബുദ്ധി, നമ്മുടെ ശക്തി ഒന്നും തന്നെ നടത്തേണ്ട കാര്യമില്ല. ഓക്കെ, അത് പിന്നീട് അബ്രഹാം തന്നെ പറയുന്നുണ്ട്, അല്ല ദൈവം തന്നെ അബ്രഹാമിനോട് പറയുന്നുണ്ട്, ഇതല്ല ഇസ്മായേൽ അല്ല, നിന്റെ ശരിയായിട്ടുള്ള നിയമപരമായിട്ടുള്ള ഭക്തിയിൽ കൂടെ തന്നെയാണ് നിനക്ക്
കുഞ്ഞിന് ലഭ്യമാകുന്നതെന്ന് പിന്നീട് അബ്രഹാമിനോട് ദൈവം പറയുന്നത് കൊണ്ട്, ഓക്കെ, അതിൽ നിന്നൊരു കുഞ്ഞ് എനിക്ക് അവൻ ഇസാക്ക് എന്ന് പേരിടുന്നൊക്കെ പിന്നീട് ദൈവം അബ്രഹാമിനോട് പറയുന്നുണ്ട്. അത് നമുക്കറിയാലോ. അപ്പൊ ഈ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ പറഞ്ഞ ദൈവത്തിന്റെ മറ്റൊരു സ്വഭാവം, ദൈവം എന്തെങ്കിലും ചെയ്യുകയോ എന്തെങ്കിലും പറയുകയോ ചെയ്താൽ അതിന് നമ്മുടെയോ മറ്റാരുടെയോ ഈവൻ ദൂതന്മാരുടെയോ പോലെ സഹായം ദൈവത്തിന് ആവശ്യമില്ല. അതാണ് പറയുന്നത് ഗോഡ് ഈസ് സെൽഫ് സഫിഷ്യന്റ്. ഇനി അതിന് വേണ്ടിയിട്ട് ഇനി മറ്റു പദാർത്ഥങ്ങൾ ഒരു വാക്യം കൂടെ വേണമെങ്കിൽ നമുക്കൊന്ന് വായിക്കാം. നമുക്ക് അതിന്റെ ഈ ഒരു വചനത്തിന് നിങ്ങൾക്ക് ഒരു തെളിവ് ഒരു വചനം അതിന് വേണ്ടിയിട്ട് നമുക്ക് വയ്ക്കാം. അതിനായിട്ട് സങ്കീർത്തനം 50, ഓക്കെ, സങ്കീർത്തനം 50, ഭജൻ സംഹിത 50, സങ്കീർത്തനം 50 അതിന്റെ 10 തൊട്ട് 12 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. 10 തൊട്ട് 12 വരെയുള്ള വാക്യം അവിടെ എഴുതിയിരിക്കുന്ന ഒരു ഭാഗമാണ് ഇത്. വായിക്കാം. അതിന്റെ 9 തൊട്ട് ഞാൻ വായിക്കുകയാണ്. ഓക്കെ, അവിടെ എഴുതിയിരിക്കുന്നത്, നിന്റെ വീട്ടിൽ നിന്ന് കാളയെയോ നിന്റെ തൊഴുത്തുകളിൽ നിന്ന് കോലാട്ടൂറ്റന്മാരെയോ ഞാൻ എടുക്കുകയില്ല. അവിടെ നമ്മള് ഒരു ദൈവത്തെ പ്രസാദിപ്പിക്കാനെന്നുള്ള രീതിയിൽ കാട്ടയും കാളയും കോലാട്ടൂന്മാരെയും ഒക്കെ ബലി അർപ്പിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നല്ലോ. ദൈവം പറയുന്നത്, ഇതുകൊണ്ടൊന്നും ഞാൻ പ്രസാദിക്കുന്ന ദൈവമൊന്നും അല്ല, ഇതൊന്നും എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊന്നും അല്ല. ഓക്കെ, നിന്റെ വീട്ടിൽ നിന്ന് കാളയോ നിന്റെ തൊഴുത്തുകളിൽ നിന്ന് കോലാട്ടൂട്ടന്മാരെയോ ഞാൻ എടുക്കില്ല. ഈ രീതിയിലൊന്നും നിങ്ങൾ എന്നെ പ്രസാദിപ്പിക്കാൻ ശ്രമിച്ചാൽ അങ്ങനെയൊന്നും നടക്കത്തില്ല. ഇതൊന്നും എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊന്നും അല്ല. പിന്നെ രണ്ടാമത് 10ാമത്തെ വാക്യത്തിൽ, കാട്ടിലെ സകല മൃഗങ്ങളും നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് കാളയൊക്കെ തന്നിട്ട് ഞാൻ പ്രസാദിക്കുന്നത്, ഇതൊക്കെ ആരുടെയാ? കാട്ടിലെ സകല മൃഗവും പർവ്വതങ്ങളിലെ 1000 ജന്തുക്കളും എനിക്കുള്ളവയാകുന്നു. ഓക്കെ, എനിക്കുള്ളതിൽ നിന്നെടുത്ത് എനിക്ക് വലിയ അത് അർപ്പിച്ചിട്ട് ഞാനതിൽ പ്രസാദിക്കണമെന്നൊക്കെ പറയുന്നത് നമ്മുടെ ആ ബുദ്ധിയുടെ ആ ദോഷത്തെ ദൈവം കാണിക്കുക. ഓക്കെ, കാട്ടിലെ സകല മൃഗവും പർവ്വതങ്ങളിലെ 1000 ജന്തുക്കളും എനിക്കുള്ളവയാകുന്നു. മലകളിലെ പക്ഷികളെ ഒക്കെയും ഞാൻ അറിയുന്നു. വയലിലെ ജന്തുക്കളും എനിക്കുള്ളവ തന്നെ. ഓക്കെ, എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് പറയുകയില്ല. ഓക്കെ, എന്റെ ആഹാരം നീ അല്ല ഉണ്ടാക്കി തരുന്നത്, നിന്റെ ആഹാരം ഞാനും ഉണ്ടാക്കി തരുന്നത്. ഭൂലോകവും അതിന്റെ നിറവും എന്റേതത്രേ. ഞാൻ കാളകളുടെ മാംസം തിന്നുമോ? നീ കാളകളെയൊക്കെ അർപ്പിച്ചിട്ട് ഞാനത് തിന്നുന്നതാണോ നിന്റെ വിചാരം? കാളകളുടെ മാംസം ഞാൻ തിന്നുമോ? കോലാട്ടൂറ്റന്മാരുടെ രക്തം കുടിക്കുമോ? എന്നിട്ട് പറയുന്നു, ഇതിലൊന്നും അല്ല ഞാൻ പ്രസാദിക്കുന്നത്. പിന്നെ പറയുന്നത്, ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുക, അത്യുന്നതിന് നിന്റെ നേർച്ചകളെ കഴിക്കുക എന്ന് പറഞ്ഞാൽ നീ ദൈവത്തോട് ബന്ധപ്പെട്ടിരിക്കുക. നിന്റെ ഹൃദയമാണ് ദൈവത്തിന് ആവശ്യം. നിന്റെ ദൈവഭക്തിയാണ് ദൈവത്തിന് ആവശ്യം. ദൈവത്തോടുള്ള നിന്റെ ഹൃദയത്തിലെ സ്ഥാനമാണ് ദൈവത്തിന് ആവശ്യം. അതൊന്നും ഇല്ലാതെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടൊന്നും എന്നെ പ്രീതിപ്പെടുത്താനും ഒന്നും കഴിയത്തില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ആവശ്യമില്ല. എനിക്ക് ആവശ്യമുള്ളത് നിന്റെ ഹൃദയമാണ്, നിന്റെ ഹൃദയത്തിലെ സ്ഥാനമാണ്, നിന്റെ ഭക്തിയാണ്. ഓക്കെ, നിന്റെ മനസ്സിൽ എനിക്ക് എന്നെ കുറിച്ചുള്ള സ്നേഹമാണ്, സന്തോഷമാണ്. ഇതാണ് എനിക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് ദൈവത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് പഠിച്ചതിനകത്ത് പ്രധാനമായിട്ട് നിങ്ങളോട് സ്ട്രെസ് ചെയ്ത് പറയാൻ ആഗ്രഹിച്ചത് എന്ത്? ദൈവത്തിന് നമ്മളുടെ ഒരു സാധനങ്ങളുടെ ഒരു കാര്യത്തിന്റെയും ആവശ്യം ദൈവത്തിനില്ല. ഓക്കെ, ഗോഡ് ഈസ് സെൽഫ് സഫിഷ്യന്റ്. ഓക്കെ, ദൈവം സ്വയം ആത്മനിർഭരമായിട്ടുള്ള ആളാണ്. ഓക്കെ, ഇനി ഒരു വാക്യം കൂടെ വായിക്കാം. അടുത്ത സ്വഭാവം ഇപ്പൊ നമ്മൾ വായിച്ച സ്വഭാവം എന്ന് പറയുന്നത് ദൈവം സെൽഫ് സഫിഷ്യന്റ് ആണെന്നുള്ളതാണ്. ഇനി അടുത്തത് ഗോഡ് ഈസ് ഇറ്റേണൽ എന്ന് പറഞ്ഞാൽ അവന് ശാശ്വതമാണ്. ദൈവത്തിന് ഒരു തുടക്കമോ അവസാനമോ ഇല്ല. ഗോഡ് ഈസ് ശാശ്വത. ഓക്കെ, മീൻസ് ഫ്രം ഇറ്റേണിറ്റി പാസ്റ്റ് ടു ഇറ്റേണിറ്റി ഫ്യൂച്ചർ ഹി വിൽ ഗോ. ഓക്കെ, അതിന് ഒരു വാക്യം നമുക്ക് വായിക്കാം. സങ്കീർത്തനങ്ങൾ 90:2. സങ്കീർത്തനങ്ങൾ 90:2. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇത് ഞാൻ എന്തിനാണ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനകത്തുള്ള വചനങ്ങളും ഒക്കെ പറഞ്ഞു തരുന്നത്? എല്ലാ വചനങ്ങളൊന്നും അതിനായിട്ട് ബന്ധിച്ചുള്ളതൊന്നും ഞാൻ വായിക്കുന്നില്ല, ചിലതൊക്കെ മാത്രമേ വായിക്കുന്നുള്ളൂ. ഇത് എന്തിനാണ് നിങ്ങൾക്ക് തരുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ മുന്നോട്ടുള്ള സമയങ്ങളിൽ ആർക്കെങ്കിലും ഒക്കെ വചനം പറഞ്ഞു കൊടുക്കണം. അങ്ങനെയൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങളത് ചെയ്യണം. അത് ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് പ്രയോജനങ്ങൾ നിങ്ങൾക്കുമുണ്ട്, കേൾക്കുന്നവർക്കുമുണ്ട്.
ഭാവിയിൽ ദൈവം നിങ്ങൾക്ക് അതിന് വേണ്ട രീതിയിലുള്ള പ്രതിഫലങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഈ ബൈബിൾ സ്റ്റഡിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മുന്നോട്ട് പോകുമ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ പ്രൈസ് ലോർഡ് ഇതൊക്കെ നിങ്ങൾ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കണം. പ്രയോജനപ്പെടുത്തുക പറഞ്ഞാൽ വെറും ഇന്റലക്ച്വൽ നോളജ് ആയിട്ട് വെക്കാനല്ല, ഇതൊക്കെ അറിഞ്ഞിരുന്നിട്ട് മറ്റൊരാൾക്ക് കൂടെ, അല്ലെങ്കിൽ ഒരുപക്ഷെ ഭവനത്തിൽ തന്നെ കുഞ്ഞുങ്ങൾക്കായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റൊരാൾക്കൂടെ ആരെങ്കിലും ചോദിക്കുന്നവർക്ക് നിങ്ങൾ ദൈവത്തെക്കുറിച്ചും എന്തുകൊണ്ടാണ് കർത്താവിനെ നിങ്ങൾ ആരാധിക്കുന്നതൊക്കെ ചോദിച്ചാൽ അതിനൊരു ഉത്തരം പറയാനോ കർത്താവിനെ കുറിച്ച് പറയാനോ ഒക്കെ നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു റെക്കോർഡഡ് ആയിട്ട് നിങ്ങൾക്ക് ഈ മെസ്സേജ് തരുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്നത് ഇപ്പൊ നമ്മൾ വായിച്ച സങ്കീർത്തനങ്ങൾ 90:2 ഒന്ന് വായിച്ചു. സങ്കീർത്തനങ്ങൾ 90:2. സോറി, സങ്കീർത്തനങ്ങൾ 90:2. ഓക്കെ. നീ ഭൂമിയെയും മണ്ഡലത്തെയും നിർമ്മിച്ചതിനും മുമ്പേ, ഓക്കെ, നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും എന്ന് പറഞ്ഞ എല്ലാ സൃഷ്ടിക്കും മുൻപേ എന്ത്, നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. ഈ ഒരു വചനത്തിൽ മിക്കവാറും ആ ഭാഗത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതിന് എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, ഇത് തന്നെയാണ് നമ്മള് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറഞ്ഞ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പൊ ആദിയിൽ എന്ന് പറയുമ്പോൾ എന്തുവാ, ദൈവം എന്തോ ഒരു കാര്യം തുടങ്ങാൻ പോകുന്നു. അവിടെ തൊട്ടാണ്, ആ തുടക്കത്തിനാണ് ആദി എന്ന് പറയുന്നത്. അപ്പൊ എന്തോ ഒരു കാര്യം തുടങ്ങുന്നു, ഒരു സമയം തുടങ്ങുന്നു. അന്ന് തൊട്ടാണ് സമയം തുടങ്ങിയത്. ഓക്കെ, ദൈവമായിട്ടുള്ള കാര്യത്തിൽ ദൈവത്തിന് സമയമില്ല. കാരണം ദൈവം എന്നോ പണ്ടേ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, ഇനിയും ഉള്ള കാലത്തേക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ദൈവത്തിന് ഒരു തുടക്കമില്ലാത്തതുകൊണ്ട് ആ തുടക്കത്തിന്റെ സമയം, ദൈവത്തിന്റെ തുടക്കത്തിന്റെ സമയമില്ല. എന്നാൽ ദൈവത്തിന്റെ സൃഷ്ടിയുടെ തുടക്കത്തിന് ഒരു സമയമുണ്ട്. അതുകൊണ്ടാണ് അവിടുന്നാണ് ആദ്യം തുടങ്ങുന്നത്. നമ്മൾ സാധാരണ പറയുന്നത് ക്ലോക്ക് ടിക്ക് ചെയ്യാൻ തുടങ്ങിയത് അവിടുന്നാണ്. ഓക്കെ, അതായത് സെക്കൻഡ് തുടങ്ങി, ക്ലോക്ക് ചെയ്യുമ്പോൾ ആദ്യം തുടങ്ങുന്നത് സെക്കൻഡ്, പിന്നെ അത് മിനിറ്റ്, പിന്നെ അവര്, പിന്നെ അത് ഡേ ആയിട്ട് മാറുന്നു, പിന്നെ വീക്ക് ആയിട്ട് മാറുന്നു, മന്ത് ആയിട്ട് മാറുന്നു, ഇയർ ആയിട്ട് മാറുന്നു. ഇതെല്ലാം തുടങ്ങിയത് ദൈവം എന്തോ സൃഷ്ടിക്കാൻ തുടങ്ങിയപ്പോൾ അന്ന് ദൈവത്തിന്റെ മനസ്സിൽ വന്നതിന് ശേഷം ആ സൃഷ്ടിക്ക് തുടക്കമിട്ട ആ സമയം തൊട്ടാണ് ക്ലോക്ക് ടിക്ക് ചെയ്യാൻ തുടങ്ങിയത്, സമയം തുടങ്ങിയത്. അതാണ് നമ്മൾ മർക്കോസിന്റെ സുവിശേഷമൊക്കെ വായിക്കുമ്പോൾ എന്ന് പറയുന്നത് സമയം തീരാറായി, കാലം കഴിയാറായി. കാലം എന്ന് ഉദ്ദേശിക്കുന്ന സമയത്തിന്റെ വ്യവസ്ഥ കഴിയാറായി എന്ന് പറഞ്ഞാൽ ഈ ടൈമിന്റെ വ്യവസ്ഥ, അതായത് ഈ ലോകത്തിന്റെ ഈ തരത്തിലുള്ള വ്യവസ്ഥ കഴിയാറായി. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സമയമില്ലാത്ത, അല്ലെങ്കിൽ ദൈവത്തിന്റെ ജീവനുള്ള ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകാൻ പോകും. ഈ സമയത്തിന്റെ വ്യവസ്ഥയിൽ നിന്ന് നമ്മളെല്ലാം വെളിയിൽ വരുന്ന ഒരു സമയം, വെളിയിൽ വന്നിട്ട് ദൈവത്തിന്റെ അവസ്ഥയിലേക്ക് പോകുന്ന ഒരു ആ ദൈവത്തിന്റെ ആ ലൈഫിലേക്ക് നമ്മൾക്ക് ദൈവത്തിന്റെ ജീവനുള്ള നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ ദൈവത്തിന്റെ ജീവനിലേക്ക് നമ്മൾ അനാദി കാലത്തേക്ക് മുന്നോട്ടുള്ള ഫ്യൂച്ചറിലേക്ക് നമ്മൾ പോകാൻ പോവുക. ഈ സമയത്തിന്റെ വ്യവസ്ഥയെല്ലാം ഇനി അധികം തീരാൻ പോവുക. നമ്മൾ ഈ സൃഷ്ടിക്ക് വേണ്ടിയിട്ടാണ് ദൈവം സമയം എന്നുള്ള വ്യവസ്ഥ വെച്ചിട്ടുള്ളത്. ഓക്കെ, അതാണ് പറഞ്ഞത്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നീ ഭൂമിയെയും എന്ന് പറഞ്ഞാൽ, ഭൂമി എന്ന് ഉദ്ദേശിക്കുന്നത് വെറും നമ്മൾ ഈ താമസിക്കുന്ന എർത്ത് മാത്രമുള്ള ഉദ്ദേശത്തിലല്ല, ഭൂമണ്ഡലം എഴുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എൻ്റയർ ക്രിയേഷൻ പറഞ്ഞാൽ സൗരയൂഥങ്ങളും ഇതെല്ലാം കൂടെ ഉള്ള എല്ലാ ക്രിയേഷനും അതിനു മുമ്പേ ആരുണ്ട്? ദൈവമുണ്ട്. അതാണ് പറഞ്ഞേ, ദൈവം എങ്ങനെയുള്ള ദൈവമാണ്? ഇറ്റേണൽ ഗോഡാണ്. ഓക്കെ, അതായത് ഇറ്റേണിറ്റി പാസ്റ്റും ഇറ്റേണിറ്റി ഫ്യൂച്ചറും ഉള്ള ഒരാളുള്ളൂ, ദൈവം മാത്രമേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, അറിയാൻ വയ്യാത്ത കാര്യമൊന്നും അല്ല. പക്ഷെ എന്നാലും ഒരു സ്റ്റഡി ആകുമ്പോൾ അതിന് സിസ്റ്റമാറ്റിക് ആയിട്ട് വേണമല്ലോ. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള വചനങ്ങളൊക്കെ എവിടെയാണെന്നൊക്കെ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അത് കാണിച്ചു കൊടുക്കാനും അതിന്റെ അർത്ഥം എക്സ്പ്ലെയിൻ ചെയ്യാനും നിങ്ങൾക്കും അതിനുള്ള കഴിവുണ്ടായിരിക്കണം. ഓക്കെ, അത് ദൈവം നിങ്ങൾക്ക് തരും. നിങ്ങൾ അതിനെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഓക്കെ, അതിനുള്ള ഒരുപാട് പ്രതിഫലങ്ങളുണ്ട് നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക്. ഓക്കെ, അതെ. ഓക്കെ, അതാണ് മൂന്നാമത്തെ സ്വഭാവമായിട്ട് നിങ്ങൾ പഠിച്ച ദൈവം എന്ന് പറയുന്നത് എന്തുവാ? ഈസ് ഇറ്റേണൽ. ഓക്കെ, അത് ശാശ്വതമായിട്ടുള്ളതാണ്. അതിന് യാതൊരു തുടക്കവുമില്ല, അവസാനവുമില്ലാത്ത ഒരേ ഒരു എൻറ്റിറ്റിയേ ഉള്ളൂ, അത് നമ്മുടെ ദൈവമാണ്. സ്തോത്രം. ഇനി അടുത്ത നാലാമത്തേത് ഗോഡ് ഈസ്, ദൈവം ഇൻഫൈനൈറ്റ് ആണ്. ഇൻഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ അത് ഇന്നെനിക്ക് മുഴുവനായിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല, കുറച്ച് കാര്യങ്ങൾ മാത്രം ഒന്ന് പറയാനായിരിക്കും. ഇൻഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ
ദൈവത്തെ ഒരിക്കലും നമുക്ക് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് അതിനെ ദൈവത്തെ നമുക്ക് ഒരിക്കലും ഒതുക്കി ഒരിടത്ത് വെക്കാൻ പറ്റത്തില്ല. അത് മീൻസ് നമ്മളിപ്പോ നമ്മുടെ പല പല മന്ദിരങ്ങളും ഒക്കെ നമ്മൾ ഈ ഭൂമിയിൽ എല്ലായിടത്തും കാണാറുണ്ട് അല്ലേ? പക്ഷെ അവിടെ വല്ലതും ശരിയായിട്ടുള്ള ദൈവത്തിന് ഇരിക്കാൻ പറ്റുമോ? ഇല്ല. അതിനായിട്ട് നമുക്ക് ഒരു വാക്യം വായിക്കാം. ശലോമോൻ ഒരു മന്ദിരം പണിതു ദൈവത്തിന് വേണ്ടിയിട്ട് അല്ലേ? രാജാക്കന്മാരുടെ പുസ്തകത്തിലുണ്ട്. 1 രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ശലോമോൻ ദൈവത്തിന്റെ ശലോമോൻ പണിത ദൈവാലയം, യെരുശലേം ദേവാലയം ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ഭാഗം നമ്മളവിടെ വായിക്കുന്നുണ്ട്. ഓക്കെ, ആ ഭാഗം വായിക്കുമ്പോൾ അവിടെ ശലോമോൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന. ശലോമോൻ ഡെഡിക്കേറ്റ് ചെയ്ത ആലയം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആ മന്ദിരം വേണമെന്നും ആഗ്രഹം തോന്നിയതും അല്ലെങ്കിൽ ആ വിചാരം ദൈവം കൊടുത്ത് തോന്നിയത് ദാവീദിനായിരുന്നു. പക്ഷെ ദാവീദിനോട് ദൈവം പറഞ്ഞു, നീ എനിക്ക് ആലയം പണിയണ്ട. നാഥാൻ എന്ന് പറയുന്ന പ്രവാചകനിൽ കൂടെ ദൈവം ദാവീദിനോട് ശലോമോനോട് സംസാരിച്ചു, നീ എനിക്ക് ആലയം പണിയണ്ട, പക്ഷെ നിന്റെ മകനെ കൊണ്ട് നിന്റെ ആഗ്രഹം സാധിച്ചത്. അങ്ങനെ ആ ആലയം പൂർത്തീകരിക്കപ്പെട്ടു. ആ പൂർത്തീകരിക്കപ്പെട്ട ആലയത്തിന്റെ ഡെഡിക്കേഷന്റെ സമയത്ത് ശലോമോൻ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയിൽ നിന്ന് ഒരു ഭാഗം, ഏറ്റവും ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. അതെല്ലാം ഒന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നതിൽ ഒരു വചനം മാത്രം ഒന്ന് ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നു. അത് 1 രാജാക്കന്മാർ 8-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം. ഓക്കെ, 1 രാജാക്കന്മാർ 8-ാം അധ്യായം അതിന്റെ 27-ാം വാക്യം. 1 രാജാക്കന്മാർ 8-ാം അധ്യായം അതിന്റെ 27-ാം വാക്യം. ഓക്കെ, എക്സ്ക്യൂസ് മീ. ഓക്കെ, ഓക്കെ, 27-ാം വാക്യം. ഞാൻ ഇവിടെ ടാബിനകത്തു നിന്നാണ് ഇത് എടുക്കുന്നത്. അപ്പൊ അത് എടുക്കുമ്പോൾ എനിക്കൊരല്പം ഡിലേ ഒക്കെ വരും. ഓക്കെ, അതിനകത്ത് എഴുതിയിരിക്കുന്നത് എന്നാൽ, കാരണം ഇതെല്ലാം സൃഷ്ടിച്ചിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുമ്പോൾ ശലോമോൻ പ്രാർത്ഥിച്ചിട്ട് പറയുകയാണ്, ഇസ്രായേൽ സഭ മുഴുവനും കൊണ്ട് കാണിക്കുന്നുണ്ട്, അവരുടെ മുൻപിൽ വെച്ചാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ അവരോട് പറയുകയാണ്, എന്നാൽ പറയുന്ന പറഞ്ഞാൽ പ്രാർത്ഥനയിൽ കൂടെ പറയുന്നത്, എന്നാൽ ദൈവമേ, നീ ദൈവം യഥാർത്ഥമായി ഭൂമിയിൽ വസിക്കുമോ? ഭൂമിക്ക് ദൈവത്തെ ഉൾക്കൊള്ളാൻ പറ്റുമോ? ഭൂമിയെ സൃഷ്ടിച്ചല്ലേ ദൈവം. ഈവൻ ഭൂമിയിലുള്ള മന്ദിരങ്ങളിൽ പറ്റുന്ന ഭൂമിയിൽ പോലും ദൈവത്തെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ലെന്നാണ് ശലോമോന് അറിവുണ്ട്. നമുക്കും അറിവുണ്ടായിരിക്കണം. നിങ്ങളുടെ ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ചും കഴിവിനെക്കുറിച്ചും വലിപ്പത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ അറിയണം. ആ ദൈവത്തിന്റെ മക്കളാണ് നമ്മൾ, ആ ദൈവത്തിന്റെ പ്രിയരാണ് നമ്മൾ. ആ ദൈവത്തിന്റെ വലിപ്പത്തെ അത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. പക്ഷെ എന്നാലും അറ്റ്ലീസ്റ്റ് നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മുടെ ദൈവം എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ദൈവമാണ്, അല്ലാതെ ഇവിടെ ഒതുക്കി വെച്ചിരിക്കുന്ന ദൈവങ്ങളൊന്നുമല്ല. നമ്മളെ ദൈവം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം സൃഷ്ടിച്ചതിനേക്കാളിലൊക്കെ അപ്പുറമായിട്ട് നമ്മുടെ ഭാവനയിലൊന്നും ഒതുങ്ങുന്ന ദൈവമൊന്നും അല്ലത്. ഓക്കെ, ഇവിടെ ഇരിക്കും. എന്നാൽ ദൈവം യഥാർത്ഥത്തിൽ ഭൂമിയിൽ വസിക്കുമോ? ശലോമോൻ ചോദിക്കുന്നത് ഒരു ചോദ്യമായിട്ടല്ല. ഇല്ല, ഈ മന്ദിരത്തിൽ പോലും ആ ചോദിക്കുന്നതിന്റെ അർത്ഥം ഭൂമിയിൽ വസിക്കത്തില്ല, പിന്നല്ലേ ഞാൻ സൃഷ്ടിച്ച ഈ മന്ദിരത്തിൽ. പിന്നെ എന്റെ മനസ്സിന്റെ ഇത് വെച്ചിട്ടുണ്ട്, പക്ഷെ ദൈവത്തിന്റെ ശക്തി അവിടെ വരും, ദൈവം എന്നെ മാനിക്കും എന്നുള്ളത് എനിക്കറിയാം. ദൈവത്തിന്റെ ഇത് വരികയും ചെയ്യും. അല്ലാതെ ദൈവം എന്ന് പറയുന്നതിനെ മുഴുവനായിട്ട് ഉൾക്കൊള്ളുന്ന ഒരു കാര്യമൊന്നും അല്ല ഇത് എന്ന് ദൈവത്തിന് ശലോമോൻ അറിയാം. ഇത് നമുക്കും അറിവുണ്ടായിരിക്കണം. നമ്മൾ ഇനി എന്തെല്ലാം ചെയ്തെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ എവിടെയെല്ലാം ദൈവത്തെ വിളിച്ചെന്ന് പറഞ്ഞാലും അത് ദൈവത്തിന്റെ ഒരു ഭാഗം നമുക്ക് അനുഭവിക്കാൻ വേണ്ടി തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒന്നുകൂടി നിങ്ങൾ അറിയുക. എന്നാൽ ദൈവം യഥാർത്ഥമായി ഭൂമിയിൽ വസിക്കുമോ? അടുത്ത്, സ്വർഗത്തിലും ഭൂമിയിലും വസിക്കത്തില്ല. പിന്നെ സ്വർഗമാണല്ലോ ഭൂമിയെക്കാട്ടിൽ വരുന്നത്. കാരണം സ്വർഗത്തിലും സ്വർഗത്തിലും എന്ന് പറഞ്ഞാൽ ദൈവം സൃഷ്ടിച്ച ഈ കാണുന്ന ഈ ഗാലക്സീസ് മാത്രമല്ല ദൈവത്തിന് വിനിയോഗിക്കാനുള്ള ദൈവം വന്നിരിക്കുന്ന ആ വേൾഡ്, അതായത് ആ സ്വർഗം, അത് നമുക്ക് വിസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല. ഈ വിസിബിൾ ആയിട്ടുള്ളതിലും ഇല്ല, ഇൻവിസിബിൾ ആയിട്ട് ദൈവം പണിയുന്ന സ്വർഗത്തിലും സ്വർഗത്തിലും, അത് മീൻസ് എല്ലാ ഇതിലും അതെല്ലാം ദൈവം സൃഷ്ടിച്ചതാ. അവിടെ എങ്ങും ആരെ ഒതുക്കാൻ പറ്റത്തില്ല. അത്ര വലുതും ശക്തിശാലി. ഇതൊക്കെ നമ്മളെന്ന് പറയുന്ന ഒരാളിന്റെ ഇതിൽ ബുദ്ധിയിലൊന്നും നമുക്ക് ഒതുക്കുന്ന കാര്യങ്ങളല്ല. ഈ ഒരു അറിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. അത്ര വലിയ ദൈവമാണ് നമ്മുടെ ദൈവം. ഓക്കെ, എന്നാൽ യഥാർത്ഥ വസിക്കുക സ്വർഗത്തിലും സ്വർഗാത്സവത്തിൽ നീ അടങ്ങിയില്ലല്ലോ, പിന്നെ ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിൽ അടങ്ങുന്നത് എങ്ങനെ? അതാണ്
അത് ആ ദൈവത്തിന് അവൻ നല്ലവല്ല അറിയാം. അല്ലെങ്കിൽ ഞാൻ പണിത ആലയത്തിൽ ഇതിനകത്ത് ദൈവം വസിക്കുന്നു, ഇതിനകത്ത് ഞാൻ ദൈവത്തെ ഒതുക്കിയെന്നൊന്നും നമുക്ക് ചിന്തിക്കാനൊന്നും പറ്റത്തില്ല. ആ ഒരു വിചാരം ശലോമോനുമില്ല. അപ്പൊ ദൈവത്തെ അറിയുന്ന ഒരു രീതിയാണത്, ദൈവത്തിന്റെ ആ വലിപ്പത്തെ, സൈസിനെ. ഓക്കെ, അതിനായിട്ട് ഒന്ന് രണ്ട് വാക്യങ്ങൾ ഇതിനോട് ചേർന്ന്, കാരണം ഏതായാലും നമ്മളൊരു കാര്യം പരിപാടിയിട്ടുള്ള ചെറിയ സ്റ്റഡിയിൽ ഒരു ഭാഗം കൂടെ വായിച്ച് ഞാൻ വായിക്കാനായിട്ട് മുന്നോട്ട് പോകുന്നു. അതിന്റെ അപ്പോസ്തല പ്രവൃത്തി എടുക്കാം. അപ്പോസ്തല പ്രവൃത്തി അല്പസമയം എടുക്കുന്നുള്ളൂ, കാരണം കുറച്ച് സമയം കൂടെ കഴിയുമ്പോൾ ഞാൻ നിർത്തും. അപ്പോസ്തല പ്രവൃത്തി ഇതിനെ കണ്ടിട്ട് നമുക്ക് പിന്നീട് പറയാം. അപ്പോസ്തല പ്രവൃത്തി ബുക്ക് ഓഫ് ആക്ട്സ്. ഓക്കെ, അതിന്റെ 17-ാം അധ്യായം 24 തൊട്ട് നമ്മൾ 26 വരെയുള്ള വാക്യം വായിക്കാം. 17-ന്റെ 24 തൊട്ട് 24 തൊട്ട് 26 വരെയുള്ള വാക്യം. എല്ലാവരും ബൈബിളിൽ നിന്ന് എടുക്കുന്നത് അത് നമ്മൾ ദൈവത്തോട് കാണിക്കുന്ന ഒരു ബഹുമാനം, നമ്മുടെ സീരിയസ്നെസ് കാണിക്കുന്നതാണ്. അതൊക്കെ ചെയ്യണം, അത് വേണം. ബൈബിളുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടായിരിക്കണം. കാരണം ബൈബിൾ എന്ന് പറയുന്നത് റിട്ടൺ വേർഡ് ഓഫ് ഗോഡ് ആണ്, അത് ദൈവം തന്നെയാണ്. ഓക്കെ, അത് ദൈവം എന്ന് പറയുന്നത് ദൈവം തന്നെയാണെന്ന് റെവല്യൂഷന്റെ പുസ്തകം അതിന്റെ 19-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. അവിടെ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഓക്കെ, 19-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അവിടെ ഇവിടെ എഴുതിയിരിക്കുന്നത് ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ എല്ലാ കാര്യങ്ങളും നാഥനാകെന്ന് പറഞ്ഞാൽ അതിന്റെ സൃഷ്ടിതാവുന്നതിനാണ്, ഉദ്ദേശവും ദൈവത്തിന്റെയാണ്, എല്ലാ കാര്യങ്ങളും അത് ദൈവത്തിന്റെയാണ്, അത് സൃഷ്ടിയുടെ നാഥനാണ് ദൈവം. അതുകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. ഇത് അപ്പോസ്തലനായ പൗലോസിന്റെ മിനിസ്ട്രി നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, തന്റെ മെയിൻ ആയിട്ടുള്ള മിനിസ്ട്രി എന്ന് പറയുന്നത് സഭകൾ പല സ്ഥലങ്ങളിൽ സ്ഥാപിക്കുക എന്നുള്ളത്. അതൊരു സഞ്ചാര മിനിസ്ട്രി ആയിരുന്നു, ഒരു ട്രാവൽ മിനിസ്ട്രി, ഒരു യാത്ര ചെയ്തുകൊണ്ടുള്ള ഒരു മിനിസ്ട്രി ആയിരുന്നു. ഓരോരോ സ്ഥലങ്ങളിൽ ചെന്ന് കർത്താവിന്റെ സഭകളെ സ്ഥാപിക്കുക, എന്നിട്ട് അവിടെ ദൈവദാസന്മാരെ ആക്കുക. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ മുഖ്യമായിട്ടുള്ള മിനിസ്ട്രി. എന്നാൽ ചില സഭകളിൽ, എഫെസസ് പോലുള്ള സഭകളിൽ ചില നാളുകൾ അവിടെ താമസിച്ച് ആ സഭയെ ശുശ്രൂഷിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം. നമുക്ക് അങ്ങനെ പൗലോസ് അപ്പോസ്തലന്റെ ശുശ്രൂഷയെ കുറിച്ച് നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ഓക്കെ, അങ്ങനെ ശുശ്രൂഷിച്ചു പോകുന്ന കൂട്ടത്തിൽ ഒരിക്കൽ ഏഥൻസിൽ ചെന്നു. അഥേന നാം എഴുതിയിരിക്കുന്നത് തോന്നുന്നു. ഏഥൻസിൽ ചെന്നു. ഏഥൻസ് എന്ന് പറയുന്നത് ഗ്രീക്ക് രാജ്യങ്ങളിലുള്ള ഒരു ഭാഗമാണ്. അവിടെ ചെന്നപ്പോൾ അറിയാമല്ലോ, നമ്മൾ താമസിക്കുന്ന ഭാരതദേശത്തിന്റെ കാര്യങ്ങൾ നമുക്കറിയാമല്ലോ. നമ്മൾ സാധാരണക്കാർ പറയുന്നത് ഇവിടെ 10 പേർക്ക് ഒരു ദൈവം ഉണ്ടെങ്കിൽ ഏഥൻസില് ഒരാൾക്ക് 10 ദൈവങ്ങളുണ്ടെന്ന്. അങ്ങനെയുള്ള ഒരു മൂർത്തി പൂജകളൊക്കെ ഒരുപാടുള്ള ഒരു സ്ഥലമാണ് ഏഥൻസ് എന്ന് പറയുന്നത്. അവിടെ ചെന്നപ്പോൾ പൗലോസിന് വല്ലാത്ത ഒരു അതിശയം തോന്നി. മനുഷ്യരുടെ അജ്ഞത കണ്ടിട്ട് വല്ലാത്ത ഒരു ദുഃഖം തോന്നി. ഇനി ഇവരോട് എങ്ങനെ പറയും? ഇത്രയും ഇതിന്റെ പുറകെ ഇതിന്റെ ഇങ്ങനെ ഒരു വിശ്വാസത്തിൽ അവരുടെ മനസ്സിനെ ഉറപ്പിച്ചിരിക്കുന്നതിലൂടെ എങ്ങനെ ഒരു സത്യം വിളിച്ചു പറയും, എങ്ങനെ ഇവിടെ തുടങ്ങും എന്നൊക്കെ ഇങ്ങനെ മനസ്സ് വിഷമിച്ച് അങ്ങനെ നിന്നപ്പോഴാണ് അവിടെ ഒരു പ്രത്യേക മന്ദിരം പോലെ വെച്ചിരിക്കുന്നത്. അതിനകത്ത് ഒരു മൂർത്തിയില്ല, ഒന്നുമില്ല. അവിടെ ഇരിക്കുന്ന അജ്ഞാത ദേവന് എന്ന് കണ്ടു. എന്ന് പറഞ്ഞാല് അറിയാൻ വയ്യാത്ത ദൈവത്തിന്. അപ്പൊ ഇത്രയും ദൈവങ്ങളുള്ളപ്പോൾ ഇതിനിടയെങ്കിൽ അങ്ങനെ അറിയാൻ വയ്യാത്ത ഒരു ദൈവം വന്നു. അപ്പം പൗലോസിന് മനസ്സിലായി ആരൊക്കെയോ ഇതിനകത്ത് സംശയമുണ്ട്, ഇതൊന്നും ദൈവങ്ങളല്ലെന്ന് അറിയാവുന്നതുകൊണ്ടാണല്ലോ ഇങ്ങനെ മൂർത്തിയൊന്നും വെക്കാതെ ഇവിടെ അജ്ഞാത ദേവൻ എന്നുള്ളത് വെച്ചിരിക്കുന്നത്. എന്തോ മറ്റൊരു ശക്തി ഉണ്ട്, അതാണ് ശരിയായിട്ടുള്ളതെന്ന് അറിയാവുന്നതുകൊണ്ടാണല്ലോ ഇങ്ങനെ. എന്നിട്ട് പൗലോസിനെ തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ജനങ്ങളോട് പറയാനുള്ള ഒരു അവസരമായിട്ട് അതിനെ എടുത്ത് കുറച്ചു പേരെ അവിടെ കൂട്ടിയിട്ട് പറഞ്ഞു, എനിക്ക് ഈ ദൈവത്തെ കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. എന്നിട്ട് അവരോട് പ്രസംഗിച്ച കൂട്ടത്തിൽ വായിച്ച ഒരു വാക്യമാണ് ഇപ്പോൾ നമ്മളിവിടെ വായിച്ചത്. എന്ത്? ലോകവും അതിലുള്ളത് ഉണ്ടാക്കിയ ദൈവം ഈ കൊച്ചുമുറിക്കകത്തൊന്നും അല്ലെങ്കിൽ ഈ കാണുന്നതിനൊന്നും അല്ല. എന്നിട്ട് പറയുന്നത് സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. ആ ഒരു കാരണം കൊണ്ടാണ് ഇവിടെ ഒരു മൂർത്തി ഇല്ലാതിരിക്കുന്നത്. ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന അജ്ഞാത ദേവന്, ശരിയായിട്ടുള്ള ദൈവത്തിന് എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. എന്നിട്ട് അതിനടുത്ത ഭാഗം എഴുതിയിരിക്കുന്നത് താൻ എല്ലാവർക്കും
ജീവനും ശ്വാസവും ശരിയായിട്ടുള്ള ദൈവം എല്ലാവർക്കും ജീവനും ശ്വാസവും കൊടുക്കുന്നവനാകയാൽ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നമുക്ക് തരുന്നത് ആരാ? നമുക്ക് എന്തെല്ലാം ആവശ്യമുണ്ട്? നമുക്ക് വെള്ളം ആവശ്യമുണ്ട്, ആഹാരം ആവശ്യമുണ്ട്, വായു ആവശ്യമുണ്ട്, ഓക്സിജൻ, അതെല്ലാം ആവശ്യമുള്ളതാ. അത് പക്ഷെ ആരാ നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്? ശരിയായിട്ടുള്ള ദൈവം, ശരിയായിട്ടുള്ള സൃഷ്ടാവായ ദൈവം നമ്മുടെ സൃഷ്ടിക്ക് ആവശ്യമുള്ളതെല്ലാം നൽകി തന്നു. പക്ഷെ ആ സൃഷ്ടാവിന് വേണ്ടതൊന്നും നമുക്ക് കൊടുക്കാനുള്ള അർഹതയൊന്നും നമുക്കില്ല, അതിനുള്ള കഴിവും നമുക്കില്ല, ശക്തിയും നമുക്കില്ല. ഓക്കെ, അതില്ല. പിന്നെ അവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് മുന്നോട്ട് വായിക്കുമ്പോൾ ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് അവിടെ? നിങ്ങളൊന്നും ദൈവത്തിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യേണ്ട. പിന്നെന്താ എഴുതിക്കുക? ഞാൻ എല്ലാവർക്കും താൻ എല്ലാവർക്കും ജീവന് ശ്വാസവും സകലം കൊടുക്കുന്നതിനാകയാൽ വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മനുഷ്യ കൈകളാൽ ഒരു ശുശ്രൂഷയെ ആവശ്യപ്പെടുന്നില്ല. മനുഷ്യ കൈകളുടെ ഒരു ഇതും ദൈവത്തിന് ആവശ്യമില്ല. പിന്നെ ഇരിക്കുന്നത് എന്നാല് ഭൂതലത്തിലെങ്ങും കുടിയിരിക്കാൻ, അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് അങ്ങോട്ട് വരുന്നുണ്ട്. ഭൂതലത്തിലെങ്ങും കുടിയിരിക്കാൻ ഒരുത്തൽ നിന്ന് ഒരു മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി. അവരുടെ നിവാസം മീൻസ് അവരുടെ ജീവന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. അങ്ങനെ ഒരു മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് അവന്റെ ജീവന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ദൈവം നിശ്ചയിച്ചു എന്നിരിക്കുക. മനുഷ്യനെ സൃഷ്ടിച്ചെന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് വരുന്നുണ്ട്. അടുത്ത ബൈബിൾ സ്റ്റഡിക്ക് അതിനെക്കുറിച്ച് പറയാം. ഓക്കെ, എന്ന് പറഞ്ഞാൽ ദൈവം വസിക്കാൻ ആഗ്രഹിക്കുന്നത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള എന്തുവാ ഈ ബിൽഡിങ്ങുകളിലൊന്നും അല്ല. പിന്നെയോ മനുഷ്യൻ എന്ന് പറയുന്ന വ്യക്തിയിൽ ഞാൻ എൻ്റെ ആലയം കണ്ടിട്ടുണ്ട്, അവന്റെ ഹൃദയം. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ബൈബിൾ സ്റ്റഡിയിൽ നമുക്ക് സംസാരിക്കാം. പക്ഷെ എന്നാൽ അതിനെ ഒരു മിനിറ്റ്. ഓക്കെ, സ്തോത്രം. ഒരിക്കൽ കൂടെ നമുക്ക് ആ വചനം ഒന്ന് വായിച്ച് നമുക്കിപ്പോൾ ഇന്നത്തെ നിർത്താം. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലം കൊടുക്കുന്നവനാകയാൽ വല്ലതിന് മുട്ടുള്ളവൻ എന്ന പോലെ മാനുഷ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതി ഒക്കെ ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിലും കാലങ്ങളും നിശ്ചയിച്ചു. അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് അവനെ അന്വേഷിക്കേണ്ടതിന് തന്നെ. അല്ലെങ്കിൽ പറയുന്നതിന്റെ അർത്ഥം, മനുഷ്യൻ ഉണ്ടാക്കുന്നതിലും ദൈവത്തിന് വസിക്കാൻ പറ്റത്തില്ല. എന്നാൽ മനുഷ്യനിടയിൽ ദൈവത്തിന് വസിക്കാൻ തക്കവണ്ണം ദൈവം തനിക്ക് വേണ്ടിയിട്ട് ഒരു ആലയം ഉണ്ടാക്കി. ജീവനുള്ള ദൈവത്തിന് ജീവനുള്ള ആലയം തന്നെ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട്. ഓക്കെ, അതാണ് ശരിയായിട്ടുള്ള ദേവാലയം, അതാണ് ശരിയായിട്ടുള്ള ദൈവത്തിന്റെ മന്ദിരം. അത് നിങ്ങളാകുന്നു, നിങ്ങളുടെ ശരീരമാകുന്നു. ഇത് നമുക്ക് അടുത്ത ബൈബിൾ സ്റ്റഡിയിലേക്ക് ആ ഭാഗത്തേക്ക് വരുന്നതായിരിക്കും. ഓക്കെ, അതുകൊണ്ട് ഇന്നത്തെ ഈ ബൈബിൾ സ്റ്റഡി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അല്പം ഏകദേശം ഇന്നത്തെ ഒരു ബൈബിൾ സ്റ്റഡിയുടെ സമയമായി കഴിഞ്ഞു. അധികം ദീർഘമല്ലാത്ത ചെറിയ ചെറിയ ക്യാപ്സ്യൂളുകളായിട്ടാണ് തനിക്ക് നിങ്ങളെ ബൈബിൾ സ്റ്റഡി കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ഓക്കെ, ദൈവം നിങ്ങളെല്ലാവരെയും ഇന്നത്തെ ഈ തിരുവചന ശുശ്രൂഷയിൽ അനുഗ്രഹിക്കുവാറാകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.